ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് രാവിലെ നമ്മൾ മെക്കോൺ ഡെൽറ്റയിലേക്കാണ് പോകുന്നത്. മെക്കോൺ ഡെൽറ്റയിലെ ടൂറ് അറേഞ്ച് ചെയ്തിട്ടപ്പോൾ ഒരു വണ്ടി രാവിലെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് 7 മണിക്ക് മുമ്പ് 6:45 വരും. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം. ഇപ്പോൾ സമയം 6:35. പെട്ടെന്ന് ഹറിബറിയായിട്ട് ഇറങ്ങിയാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ നമുക്കിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും മെക്കോൺ ഡെൽറ്റയിലേക്ക് പോകുന്ന യാത്രാ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് പങ്കുവെച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, മൂന്നാമത്തെ ദിവസത്തെ കാഴ്ച ഇതാണ്. നമ്മുടെ ഹോട്ടൽ റൂമിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. കണ്ട, ഓ ഇതാണ് നമ്മുടെ വിയറ്റ്നാം. ഞങ്ങളങ്ങനെ റെഡി ആയത് ലിഫ്റ്റിൻ്റെ അടുത്ത് നിന്നൊക്കെ ടൈം വൈകി. അപ്പോൾ ഇന്നത്തെ മെക്കോൺ ഡെൽറ്റ ആൻഡ് കായ് ബൈ, ഇന്ന് നമ്മൾ അവിടെ പോയി താമസിച്ചിട്ട് ഇന്നവിടെ ട്രിപ്പ് പോയിട്ട് അവിടെ താമസിച്ചിട്ട് അവിടെ ഇന്ന് സ്റ്റേ അവിടെയാണ് കേട്ടോ. ഇന്ന് മെക്കോൺ ഡെൽറ്റ വിസിറ്റ് ചെയ്യാനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോയ ശേഷം അവിടെ നിന്ന് സ്റ്റേ ആണ്. നമുക്ക് നാളെ വൈകിട്ട് തിരിച്ചു വരുന്നത് സെയിം ഹോട്ടലിൽ നമുക്ക് മറ്റൊരു റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡീലക്സ് റൂമാണ് കിട്ടിയുള്ളൂ. അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചു വന്നിട്ട് നമുക്ക് നാളെ വൈകിട്ട് ഇവിടെ വീണ്ടും ഈ ഹോട്ടലിലേക്ക് ഒന്ന് തിരിച്ചു വരും ആണ് പ്ലാൻ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഓ, ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് യേശു എന്താ കഴിക്കണം, എൻ്റെ പേരൊന്നും അറിയില്ല. ഹറിബറിയായിട്ട് കഴിക്കുകയാണ്. ഞാൻ നിന്നിട്ട് തന്നെ ഒരു എഗ്ഗ് കഴിക്കുകയാണ്. അവർ പുറത്തൊന്ന് വെയിറ്റ് ചെയ്യണം, അതന്നെ ടൈമില്ല. Well, I cannot wait for you. You know, right? Kid is there, so Only that is why. Only that is why. 6:30 only here breakfast will start. Only that is why. We adults only, no problem. No problem. Okay, thank you. Yeah, mama. Your family from India. India, Yeah, yeah, India, in Kerala. Kerala. Welcome. Okay, I'm Canada. Yeah, Okay. yeah. Now you live in India or Canada? Kerala. Oh, I see. Canada. Canada. No, you live in Canada. Yeah, Kerala. So that's your vacation. You had Yeah, your yeah. breakfast? Huh? Had your breakfast? Ah, nice. How long you stay in? 6 days. 6 days 6 in days. Vietnam. Yeah. You had your food? You had your food? No. No. Oh, You want this? No, I'm okay. Thank you. The bus come. Give me ആ that. ബാഗ് കൊടുത്തു. നമ്മുടെ വണ്ടി വന്നിട്ടോ. ഇതുണ്ട് ഒരു അമ്മച്ചി, ഇത്രയും പ്രായമുള്ള അമ്മച്ചിയെ ഫുഡ് വിൽക്കാനുണ്ട്. എന്തോ ഒരു ചെറിയ സാധനം, നെയ്യപ്പം പോലൊരു സാധനം വേണം. എന്താ അമ്മച്ചി ഇവർ വാങ്ങിക്കാൻ വേണ്ടി വന്നറിയില്ല. എന്താ ഇതാ നമ്മുടെ വാഹനം വന്ന് നമ്മളിതിലേക്ക് കയറാൻ പോയിട്ടോ. സൺറൈസ് ട്രാവൽ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ മെക്കോൺ ഡെൽറ്റയിലേക്ക് യാത്ര തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറട്ടെ. എവിടെ നമ്മുടെ സീറ്റ്? Sit down. Careful. Sit with your mom. Today we have a lot of people. ഓ, ഐ സി. നീ ഇതൊന്നും മേടിച്ചു Now വെച്ചാൽ I think this is good in the. You put it into the back. we can And the birds okay. we can keep that. അടിയിൽ വെക്കുക. ഓക്കെ. No, cannot. I should know. Back up the butts. Okay, no problem. അവർ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞാ. Đi qua bên 17 của ഓ, ഹറിബറിയായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഒരു മുട്ട എടുത്ത് കഴിച്ചു. അതാണ് ഞാൻ കഴിച്ചത്. ഒരു ചെറിയ പീസ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പീസ് എടുത്ത് വേഗം വായിലിട്ടുണ്ട് ഇറങ്ങി പോകുന്നു. നല്ലൊരു ചോളത്തിൻ്റെ പീസ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിക്കാം. അപ്പോൾ അങ്ങനെ തിരക്ക് പിടിച്ച് ഞങ്ങൾ ഇറങ്ങിയെന്ന് പറയുകയാണ്. ഇതാ കത്തീഡ്രൽ ചർച്ച ഉണ്ടോ? നമ്മൾ ഇന്നലെ വൈകിട്ട് വന്ന് കണ്ടാണ്. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതെന്ന് കണ്ടോ? ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഈ സൈഡിലുള്ളൊരു ചിത്രം ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലെന്ന് വരുത്തിട്ട് ഓടിപ്പോന്നു. നമുക്ക് ട്രാവൽ ഏജൻസി തന്നിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 6:45 തൊട്ട് 7 മണി വരെ ആയിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, അവർ 6:30 മണി തൊട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിക്ക് ചെയ്യാനായിട്ട്. കാരണം ഒന്ന് രാവിലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല ഈ
ബസ് കണ്ടോ, ഇതിപ്പോൾ കാലിയാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ഫാമിലി നമ്മളാണ്. അപ്പം നമ്മളെ പിക്ക് ചെയ്തിട്ടായിരിക്കണം ഇവിടുന്ന് 7-Eleven സ്റ്റോർ കണ്ടോ, നമ്മളെ പിക്ക് ചെയ്തിട്ട് വേണം ഇവിടുന്ന് ഇവർക്ക് അടുത്ത ആളുകളൊക്കെ ബസ്സിലേക്ക് പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം നമ്മളടുത്ത് ആദ്യം എടുത്തിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് സ്ഥലം വൈകുമല്ലോ, അല്ല സമയം വൈകുമല്ലോ. മോളൊന്നും കഴിച്ചിട്ടില്ല. മോൾ അവിടുന്ന് സാധനം എടുത്ത് ഞങ്ങൾ കയ്യിൽ കൊണ്ടുവന്നു. ഒരച്ചപ്പം പോലെ ഇരിക്കുന്ന ഷേപ്പ്, പാൻ കേക്കാണ് അത്രേ. അപ്പൊ നമുക്ക് വഴിയോര കാഴ്ചകളൊക്കെ കണ്ട അങ്ങനെ പോവാം. ഇവിടുന്നൊക്കെ ഒരുപാട് ഫോറിനേഴ്സൊക്കെയാണ് ഇവിടുന്ന് വരുന്നത് കേട്ടോ. ഈ ട്രാവൽ ഏജൻസി വേറെ ട്രാവൽ ഏജൻസിയാണ്. ഇവിടുന്ന് ആളുകളുണ്ട്. ഗ്രൂപ്പ് ടൂറാണേ നമ്മള്. അപ്പൊ അല്ല ഇവിടെ ബുക്ക് ചെയ്തായിരിക്കാം. Family, thanks. Okay. Hello. Yeah, good morning. Can you have me a family? Take a seat here. Yes. Thank you. Yeah. Good morning. Welcome, Hi. Welcome. All right. Thank you. Right. അപ്പൊ അവനടുത്ത ഫാമിലീസും കയറിട്ടോ, ഫോറിനേഴ്സാണ്. നമ്മുടെ മോർണിംഗ് കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് കേട്ടോ. രാവിലെ മറ്റുള്ളവർ ഒരുപാട് പേര് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് റോഡ് സൈഡ്. ഇപ്പോൾ സമയം എത്ര മണി? 7 മണി സമയം കേട്ടോ. 7 മണി സമയത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആള് മോർണിംഗ് വാക്ക് ചെയ്യുന്നു, മോർണിംഗ് റൺ ചെയ്യുന്നു, ഓപ്പൺ ജിമ്മിൽ എക്സസൈസ് ചെയ്യുന്നു. നമ്മുടെ വണ്ടി അടുത്ത പിക്കപ്പ് പോയിന്റിൽ നിൽക്കുകയാണ്. ഓക്കെ. Can you help me? If you took a seat in there, please. ഇസ് അങ്ങനെ വണ്ടിയിൽ നിന്നിട്ട് മുട്ട പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാൻ സമയം കിട്ടിയില്ലല്ലോ, അപ്പൊ അത് കാരണം അവിടുന്ന് മുട്ട എടുത്തിട്ട് പോന്നു. അപ്പൊ പൊളിച്ചു തരട്ടെ, ഞാൻ പൊളിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ട, അവള് തന്നെ സ്വന്തമായിട്ട് പൊളിക്കണം എന്നുള്ള താല്പര്യത്തിൽ അവള് തന്നെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല ഇസു? അങ്ങനെ മനോഹരമായിട്ടുള്ള സുപ്രഭാതം തന്നെയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ട്രാഫിക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് റോഡുകളിൽ. ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ. രാവിലെ തന്നെ ആളുകൾ നല്ല ഫ്രഷ് മോർണിംഗ് ആയിട്ട് എല്ലാവരും എക്സസൈസ് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ കൂടുതലും കാണുന്നത് കേട്ടോ. പ്രായഭേദം പിന്നെ അവിടെ ലാഫിംഗ് തെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട്, ചിരി തെറാപ്പിയൊക്കെ ചെയ്യുന്ന കാണാം നമ്മൾ പോരുന്ന വഴിക്ക്. അങ്ങനെ ഒരു നോർമൽ ലൈഫ് തന്നെയുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യണം. എല്ലാവരും വളരെ സന്തോഷകരമായിട്ടാണ് ഇവിടെ. ഇവിടെ നോക്കിക്ക് ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. റോഡൊക്കെ കാണാനായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ. ഇവിടെ കുറേ പേര് മോർണിംഗ് അവരുടെ റൊട്ടീൻ വർക്ക് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മുട്ട കഴിച്ചില്ലേ? ഒരു അമ്മച്ചിയെ ചെറിയ കടയൊക്കെ തുറന്ന് വിശാലമായിട്ട് റെസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ. രാവിലെ തന്നെ കണ്ട ആളുകളൊക്കെ ഇങ്ങനെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഒന്ന് ജ്യൂസൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, റിലാക്സ് ചെയ്ത്. രാവിലെ മുതൽ കുറെ പേര് റിലാക്സ് ചെയ്തിരിക്കുന്നു. അവർക്ക് എൻജോയ്മെന്റ് ആണ്. ഇവര് ജോലിക്കൊന്നും പോകുന്നില്ലെന്ന് അറിയില്ല. ഇവിടെ ഒരു 7-Eleven സ്റ്റോർ ഉണ്ട്. ഇവിടെ ഒരുപാട് 7-Eleven സ്റ്റോർ ഉണ്ട്. മിക്കവാറും രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അത് വലിയ സൗകര്യമുണ്ടോ നമുക്ക്. അപ്പൊ ഞങ്ങൾ ഇന്നലെ അല്ല വന്നതിന്റെ പിറ്റേ ദിവസം 7-Eleven സ്റ്റോറിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു. അത് നമുക്ക് ഭയങ്കര സൗകര്യമുണ്ടോ. ഇന്നലെ ഞങ്ങള് മസാജ് ചെയ്യാൻ പോയിട്ട് ഫുഡ് മസാജ് ചെയ്യാനാണ് പോയത് വാസ്തവത്തിൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദിതയ്ക്ക് ഫുഡ് മസാജ് ചെയ്തു, എനിക്ക് ഫുഡ് മസാജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തോന്നി ഒരു ഫുൾ ബോഡി മസാജ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഫുൾ ബോഡി മസാജ് ഇന്നലെ ചെയ്തു കേട്ടോ. നല്ല ഇതായിരുന്നു കേട്ടോ. നല്ല മസാജ് ആയിട്ടോ. പ്രൊഫഷണൽ മസാജ് ആണ് കേട്ടോ. അല്ല വേറെ തരികട പരിപാടികളൊന്നും അല്ല കേട്ടോ. പറഞ്ഞു ഫാമിലി സ്പാ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമായിരുന്നു.
അപ്പോൾ അവിടെ പോയിട്ട് നല്ല മസാജ് ആയിരുന്നു, നല്ല ബോഡിയൊക്കെ നല്ല പെയിൻഫുൾ ആയിരുന്നു, നല്ല അവരെല്ലാം നല്ല മർമ്മ പോയിന്റുകളിലൊക്കെ നല്ല പ്രഷർ കൊടുത്തിട്ടാണോ ചെയ്ത്. കാരണം നമ്മൾ ഇത് കുറച്ച് പഠിച്ചിരിക്കുന്നുണ്ട് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നല്ല ഒരു ട്രീറ്റ് ആയിരുന്നു. അവിടെ വിൽക്കുന്നത് വെക്കോടെ വരുമ്പോ നോക്കാം. അപ്പൊ അങ്ങനെ അപ്പൊ അത് ഇന്ന് അതിന്റെ ടയർനെസ് ഒന്നുമില്ല, നല്ലൊരു റീഫ്രഷ്മെന്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ മസാജിന് ഞങ്ങൾക്ക് രണ്ടുപേരും ഒരു ഫുഡ് മസാജ് ഒരു ബോഡി മസാജും കൂടി ചെയ്തതിന് 1 മണിക്കൂറാണ് ബോഡി മസാജ്, ഫുഡ് മസാജ് 40 മിനിറ്റ്. അങ്ങനെ 2 വർക്കൗട്ടിൽ മസാജിന് കൂടിയിട്ട് 5 ലക്ഷം രൂപയാണ് വന്നത്. 5 ലക്ഷം രൂപയാണ് വന്നത്. 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 1500-1600 വരും നമ്മുടെ നാട്ടിലെ എമൗണ്ട്. അങ്ങനെ വർഷത്തിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം 2 ട്രിപ്പ് വന്നിരുന്നു. ഈ വർഷം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ്. വർഷത്തിൽ 2 ട്രിപ്പെങ്കിലും നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് വരണമെന്ന് നമ്മുടെ ആഗ്രഹം. അപ്പൊ വർഷത്തിൽ നമുക്കൊരു ബോഡി മസാജൊക്കെ നല്ല മസാജ് കിട്ടുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇയറിൽ നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗൈഡ് കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ തരുന്നുണ്ട്. Okay, it's the reason why it's very difficult for me. I will have 2 times to speak 2 languages, Vietnamese and English, and try to explain anything about the Mekong better for you understand together. Okay, my name is Andy. Yeah, nice to meet you. Nice to meet you. Now all of you belong my family. Can I call you as Andy family? Okay. Thank you so much. Yeah, thank you so much. So when I speak the Vietnamese, അങ്ങനെ ഇവര് ഒരു ഗ്രൂപ്പിന്റെ കുറച്ച് you should just say it slowly. ഇവരുടെ ഒരു ക്യാപ്പ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ടൂർ കമ്പനിയുടെ ക്യാപ്പ് തന്നിട്ടുണ്ട് എല്ലാവർക്കും. മിസ്സും ക്യാപ്പ് വെച്ചിരിക്കേണ്ടത് കണ്ട സൺറൈസ് ട്രാവൽ ഗ്രൂപ്പ്. ഇവിടെ നമ്മുടെ കൂടെ ഗ്രൂപ്പ് ടൂർ ആണല്ലോ. അപ്പൊ ഇവിടുന്ന് നമ്മൾ സെപ്പറേറ്റ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവരൊരു കോമൺ താങ്ക് യു നമ്മൾ കോമൺ ആയിട്ട് ഒരു ബസ്സിലാണ് പോകുന്നത് മാത്രം. അപ്പൊ അങ്ങനെ ഈ ഗ്രൂപ്പില് ഇറാനിൽ നിന്നുണ്ട്, അതുപോലെ ഫ്രാൻസിൽ നിന്നുണ്ട്, ഓസ്ട്രേലിയ, ജർമ്മനി, ഫ്രാൻസ് ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള മെമ്പേഴ്സ് ഫാമിലീസ് ഇന്ന് നമ്മുടെ കൂടെ ഗ്രൂപ്പ് ടൂർ ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇറാനി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കൺട്രീസിൽ നിന്നുള്ള മെമ്പേഴ്സ് നമ്മുടെ ഇപ്പം ഗ്രൂപ്പിൽ പോരുക എന്ന് പറഞ്ഞൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വളരെ രസകരമായിട്ടുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ ഇന്നത്തെ യാത്ര. നമ്മൾ തുടക്കത്തിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന ടൂറിനേഴ്സ് ഉണ്ടല്ലോ, ഇവിടെ വന്നിരിക്കുന്ന ഫോറിനേഴ്സ് ഉണ്ടല്ലോ, അവര് ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഭയങ്കര കാണുമ്പോൾ തന്നെ ഭയങ്കര സ്മൈലായിട്ട് ഹാപ്പി ആയിട്ടാണ് അവർ നമ്മളോട് ഭയങ്കര ലവബിൾ ആയിട്ടാണ് നമ്മളോട് ഗുഡ് മോർണിംഗ് താങ്ക് യു ഒക്കെ നമ്മളോട് പറയുന്നത്. അത്രയും പൊളൈറ്റ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത് നമ്മളോട്. പിന്നെന്ന് പറയുന്നത് ഇവിടെ ഡിഫറെൻറ്റ് കൺട്രീസ് ഓൾമോസ്റ്റ് ഒരു 5 കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ വിയറ്റ്നാമീസ് ഉണ്ട്, പിന്നെ നമ്മൾ എന്താ പറയുക ഇന്ത്യക്കാരുമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഫില്ല് ചെയ്യാൻ കേട്ടോ. അതായത് ഡേറ്റ് ഉള്ള ഇയർ. okay, I see. Thank you. We have somebody 2 days and somebody is 3 days, but only help you and ഇസ് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് റെഡി ആയി പോകുന്നതുകൊണ്ട് അത്ര ഉഷാറില്ല, ക്ഷീണം. you know tomorrow you will have the other bus. ഇവിടെ വിയറ്റ്നാം ലാംഗ്വേജില് നോം എന്ന് പറഞ്ഞാൽ ചൂട് എന്നുള്ളതാണ്. അപ്പൊ ചൂട് കാപ്പി എന്നൊക്കെ നം കാപ്പി ഇങ്ങനെ നോം എന്ന് പറഞ്ഞൊരു പ്രൊനൗൺസിയേഷൻ എന്നാണ് അവർ പറയുന്നത്. നമുക്ക് എന്തായാലും വിയറ്റ്നാം ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആട്ടോ. കൊള്ളാം. നല്ല ഇപ്പൊ വന്ന ദിവസങ്ങളിലൊക്കെ നല്ല ഹോട്ടലിലാണെങ്കിലും നല്ല ഒരു ബിഹേവിയർ ആണ്, നല്ല അപ്രോച്ച്. എല്ലാവരും വളരെ റെസ്പെക്റ്റ് തരുന്നുണ്ട് കേട്ടോ. നമുക്ക് എവിടെ ചെന്നാലും ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു ടാക്സി വിളിച്ചു കഴിഞ്ഞാലൊക്കെ നല്ല നമ്മൾ വിചാരിക്കും അവരെ മുഖമൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര ഗൗരവക്കാരെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, വളരെ ഫ്രണ്ട്ലി ആണ് അവർ. അതുപോലെ തന്നെ നമുക്ക് നല്ല റെസ്പെക്റ്റും തരുന്ന ഒരു നല്ല
നല്ല മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ്. ഇന്നിപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്, കുറച്ച് ദൂരമുണ്ട്. അവിടെ ചെന്നിട്ട് അവിടുത്തെ ലോക്കൽ പീപ്പിൾസിനൊക്കെ ആയിട്ട്, ലോക്കലായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെന്നുള്ളതാണ്. അവിടെ കുറച്ച് വില്ലേജ് ഒക്കെ ഉണ്ട്. ആ വില്ലേജ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ട് നമുക്കവിടെ. അപ്പോൾ അതിനുള്ള അവസരം ഉണ്ട്, ഈ പാക്കേജിലുണ്ട്. അവിടെ സൈക്കിളൊക്കെ ചവിട്ടി നമുക്ക്, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൻപുറം പോലുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. കൊണ്ട് ഇവിടുത്തെ ഒരു ട്രാഫിക്കിൽ മുഴുവനും നമുക്ക് 2 വീലേഴ്സ് ആണെന്നുള്ളതാണ്. കംപ്ലീറ്റ് 2 വീലർ അവിടെ കാണുന്നത് കേട്ടോ. ഏത് റോഡിൽ നോക്കിയാലും ഒരു സിഗ്നൽ വന്നു കഴിയുമ്പോൾ ട്രാഫിക്കിൽ കംപ്ലീറ്റ് 2 വീലേഴ്സ് മാത്രം. ഈ റോഡിൽ നോക്കിയ ഒറ്റ വേറെ മറ്റു വാഹനങ്ങളൊന്നും കാണുന്നില്ല. ഫുള്ള് ഇത് കണ്ടോ, ആ റൂട്ടിന് 2 വീലേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണോന്ന് എനിക്കറിയില്ല. കണ്ടോ, അത് 2 വീലേഴ്സ് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഒരു ഒഴുക്കാണ് 2 വീലേഴ്സിൻ്റെ. കണ്ടോ, my family. Maybe I think about കണ്ടോ, മനോഹരമായിട്ടുള്ള നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്രയാണ് കേട്ടോ. കണ്ടോ, പച്ച പരവതാനി വിരിച്ച പോലുള്ള നെൽപ്പാടങ്ങൾ നമുക്ക് ഇവിടെയും കാണാം. ഇത്തരം കാഴ്ചകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ നാട്ടിൽ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു കാഴ്ചകളാണ് ഇവിടെ നമുക്കിവിടെ. അത്തരത്തിലുള്ളൊരു ദൃശ്യ വിരുന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നുള്ളതാണ്. കണ്ടോ, ചുറ്റുപാട് ഒരുപാട് ഗ്രാമപ്രദേശങ്ങളും ഗ്രാമീണ അന്തരീക്ഷവും പോലെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയായിട്ട് ഒറ്റപ്പെട്ട ചില വീടുകൾ ഒഴികെ, ചില ഫാക്ടറികൾ പോലുള്ള ഷെഡുകളൊക്കെ കാണുന്ന ഒഴികെ ബാക്കിയെല്ലാം ഒരുപാട് കൃഷിസ്ഥലങ്ങളും കൃഷിക്ക് വേണ്ടിയിട്ട് നിലം ഒരുക്കിയിട്ടുള്ള പാടങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനിടയ്ക്ക് ചില വാഹനങ്ങൾ നമ്മെ കടന്നു പോകുന്ന ഒഴികെ അങ്ങനെ വലിയ തിരക്കൊന്നും ഈ റോഡിലില്ല. സിറ്റിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ഗ്രാമീണ കാഴ്ചകൾ ഇത് തന്നെയാണ് കേട്ടോ. കണ്ടോ, നിറയെ തെങ്ങിൻ തോപ്പുകളാണ്. ഒരുപാട് വാഴക്കൃഷിയും തെങ്ങിൻ തോപ്പും നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും ഈ റൂട്ടിലൂടെ വരുമ്പോൾ. ബാക്കിയെല്ലാം കണ്ടോ, നെൽപ്പാടങ്ങൾ തന്നെയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട് തന്നെയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്, അല്ലേ? നിങ്ങൾക്കും തോന്നുന്നില്ല ഇത് കാണുമ്പോൾ? അത്ര മനോഹരമാണ് ഈ റോഡിലേക്കുള്ള ദൃശ്യങ്ങളെല്ലാം. നമ്മൾ ഓവർടേക്ക് ചെയ്ത വാഹനത്തെ വീണ്ടും നമ്മൾ ഓവർടേക്ക് ചെയ്ത് നമുക്ക് കാഴ്ച വീണ്ടും കാണാനായിട്ടുള്ള സൗകര്യം ഒരുക്കി നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രൈവർ. അങ്ങനെ നമ്മുടെ വാഹനം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വീണ്ടും പാടശേഖരങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വാഹനത്തിൻ്റെ ഉള്ളിലെ ഒരുപാട് പേര് ഒരു ആലസ്യത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ ഒന്ന് ഉറങ്ങിത്തുടങ്ങി, ഒരു പാതി മയക്കത്തിലാണ്. ചിലരൊക്കെ ഉണർന്നിരിക്കുന്നു, കുറച്ച് പേര് മൊബൈലിൽ നോക്കി ഇരിക്കുന്നു. മറ്റു ചിലരായിട്ട് ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ യാത്ര സുഗമമായിട്ട് ഇങ്ങനെ മുന്നോട്ട് വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മൾ മെക്കോൺ ഡെൽറ്റയിലേക്ക് പോകുമ്പോൾ ഉള്ള വഴിയോര കാഴ്ചകളാണ്. ഇവിടെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് തികച്ചും സാധാരണ ജീവിതം തന്നെയായിട്ട് നമുക്ക് തോന്നും. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൻപുറം പോലെ തന്നെ പല ഏരിയയും കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൻപുറം തന്നെയാണെന്ന് തോന്നുന്ന രീതിയിലാണ്. സാധാരണ കൃഷി സ്ഥലങ്ങൾ നാട്ടിലെ പോലെ തന്നെ പാടശേഖരങ്ങൾ, അതുപോലെ തെങ്ങിൻ തോപ്പുകൾ, ഒരുപാട് ഏരിയകൾ തെങ്ങിൻ തോപ്പുകളായിട്ട് കാണാം. അതുപോലെ തെങ്ങിൻ തോപ്പ് മാത്രമല്ല, വാഴ കൃഷി, ഒരുപാട് ഏരിയയിൽ വാഴ കൃഷി ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വളരെ നമ്മുടെ നല്ല നാട്ടിൻപുറം പോലെ തന്നെ ഉള്ള സ്ഥലങ്ങൾ നമുക്ക് ഈ വഴി പോകുമ്പോൾ ഈ മെക്കോൺ ഡെൽറ്റയിലേക്കുള്ള യാത്ര മധ്യം നമുക്ക് കാണാൻ പറ്റി. റോഡിന് വെച്ചും ഇതുപോലുള്ള കാഴ്ചകളൊക്കെയാണ്. നമ്മുടെ സിറ്റിയിൽ നിന്ന് കുറേ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി തരുന്ന നമ്മുടെ നാട്ടിൻപുറം കാഴ്ചകൾ പോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നതാണ്. സിറ്റിയുടെ കുറച്ചും കൂടി മാറി ഉള്ള യാത്രയിലാണ് നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റുന്നത്. പിന്നെ ഒരുപാട്
നാട്ടിൽ തന്നെ സാദൃശ്യമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. കുറച്ച് സിറ്റിയിൽ നിന്ന് മാറി കഴിയുമ്പോൾ തിരക്കുകളൊക്കെ കുറവാണ്. And you have breakfast. Go together with me. I will show you the restaurant. അങ്ങനെ യാത്രാമധ്യേ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇവിടെ ഷോപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മെക്കോൺ റെസ്റ്റ് സ്റ്റോപ്പ്. യെസ്, ഇതിൻ്റെ നെയിം ഇതാണ്, മെക്കോൺ റെസ്റ്റ് സ്റ്റോപ്പ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ നല്ല ഇത് വേണ്ട ചെറിയ ഹട്ട് പോലെയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്. വാഷ്റൂമിൽ പോകാനും മറ്റു കാലത്തിന് വേണ്ടിയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ. മെക്കോൺ റെസ്റ്റ് സ്റ്റോപ്പ് ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഷോപ്പുണ്ട്. ഇവിടുത്തെ തനതായിട്ടുള്ള തൊപ്പിയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. കരിക്കുണ്ട്. അങ്ങനെ ഫില്ല് ചെയ്യണോ കരിക്ക്? കുടിക്കണ പറഞ്ഞാൽ ഇതേ പഴമൊക്കെയാണ് കേട്ടോ. ആ ശരി. വാങ്ങിച്ചോ? അത് മതിയോ? പിച്ചുവിന് കുറച്ച് ദിവസം ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. ഏതാണ് ലോക്കലാണ് ഇത്? അവരോട് പറഞ്ഞു തോന്നുന്നു. ഇതുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഈ റെസ്റ്റ് ഹൗസിൻ്റെ ഇന്നർ ഏരിയ ആണ് കേട്ടോ. അവിടെ നല്ല വെയിലേട്ടാ. നല്ല താമരക്കുളമുണ്ട്. ആമ്പലല്ലേ? ആമ്പലാണ്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. അകത്തേക്ക് മാറിയിട്ട് ഒരുപാട് ഏരിയ ഉണ്ട്. ഇവിടെ ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ട്. ഇതാ തെങ്ങിലൂടെയൊക്കെ പോയി ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അടിപൊളി, കൊള്ളാം. ഇവിടെയൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. നല്ല മനോഹരമായ സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ നന്നായിട്ട് കേട്ടോ. കൊള്ളാം. ഇതുണ്ട്, ഒരു തെങ്ങിൻ്റെ പാലം വെച്ചിട്ടുണ്ട്. ഈ തെങ്ങിൻ്റെ പാലത്തോട് പിടിച്ചിട്ട് വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ ഈ സെൻട്രൽ പോർഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. റെസ്റ്റ് റൂം ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട്. റിസോർട്ട് പോലെ സെറ്റപ്പാണ് ഇവിടെ. അമ്മച്ചി സിഗരറ്റ് വലിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് വേണ്ട ആസ്ട്രയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അവിടെ ഈ ബ്രിഡ്ജ് കടന്ന് നമുക്കിങ്ങനെ പോവാം. ഇതെന്ത് മരമെന്നറിയില്ല. നമ്മൾ നെല്ലിക്ക മരത്തിൻ്റെ സാമ്യം പോലെ തോന്നി എനിക്ക്. കണ്ടാ കൊള്ളാം. ശരി മനസ്സിലായിട്ട്. കൊച്ചിൻ്റെ ഐസ്ക്രീം, ഈശ്വരൻ ഐസ്ക്രീം വാങ്ങിച്ചു. കണ്ടാ? ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അടിപൊളി പ്ലേസാണ് കേട്ടോ. നമുക്ക് ഈ നമ്മുടെ മെക്കോൺ ഡെൽറ്റയിലേക്ക് പോകുന്ന ഈ വഴിയുള്ള റെസ്റ്റ് സ്റ്റോപ്പ് നല്ല ഭംഗിയായിട്ടുണ്ട്. നിർത്തിയാ? ഇത് ആമ്പലല്ലേ? താമരയാ? യെസ്. എവിടെയാണ് താമര കണ്ടല്ലോ? അപ്പുറത്ത് താമര കണ്ടു. എടുക്കാനായിട്ട് മനസ്സിലായി. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് തരട്ടെ നമുക്ക്. അവർക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഒരു ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. താമരക്കുളമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ.
ഇത് ഭംഗിയെ നോക്കി. ഈ മരത്തിന് എന്തൊരു പഴം താഴെ വീണിട്ട്. അപ്പോൾ എന്ത് പഴം എന്നറിയില്ല. കണ്ടോ, മാതളം പോലെ ഉണ്ട് കണ്ടിട്ട്. കയറി നിൽക്കുന്നത് ഫോട്ടോ എടുക്ക്, കൊച്ചു നിൽക്കണോക്ക്. എന്താ നോക്ക്. നയൻ 30 ആയിട്ടില്ല, 9:10 ആയിട്ടുള്ളൂ. ഇതെന്ത് രസം നോക്കി. വാഴകളൊക്കെ നിൽക്കണ്ട, നല്ല രസമാണ് കേട്ടോ. ഇവിടുന്ന് കണ്ടിട്ട് ഒന്ന് പോരാൻ തോന്നില്ല, അതുപോലെ നല്ല മനോഹരമായിട്ടുണ്ട്. സമയം പറഞ്ഞ എനിക്ക് പോകാൻ പേടിയുണ്ട്. ആ സിമ്പിളായിട്ട് ഞാൻ എടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടങ്ങാൻ പോയാണ്. ഓക്കെ ഓക്കെ
ചെയ്തിരുന്നു. അത്ര നേരം കുഴപ്പമുണ്ടായില്ല. 9:26